നമ്മുടെ മുഖ്യമന്ത്രി ദുബായ് വഴി ഇന്തോനേഷ്യയിലെത്തിയിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് നമ്മളാരും അങ്ങനെ കാര്യമായി ജനങ്ങളെ ഒന്നും അറിയിക്കാതെ, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വിശദീകരണമൊന്നുമില്ല, സ്വകാര്യ യാത്ര. ഇപ്പം ഇന്തോനേഷ്യയിൽ അദ്ദേഹത്തിൻ്റെ മകളും മരുമകനും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഫാമിലിയിലെ എല്ലാ ആളുകളും അവിടെ ഒത്തുചേർന്ന് സിംഗപ്പൂരൊക്കെ പോകുന്നുണ്ട്. തിരിച്ച് ദുബായ് വഴി ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം തിരിച്ചു വരും. എനിക്ക് ഇന്ന് വളരെ പെട്ടെന്ന് നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ്റെ ഒരു പ്രസക്തമായ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഒരാവശ്യമാണ്. ആരാണ് മുഖ്യമന്ത്രിയുടെ യാത്രയുടെ സ്പോൺസർ? മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും സ്ഥലത്തില്ല. ഈ കാലയളവിൽ കുറഞ്ഞപക്ഷം മുഖ്യമന്ത്രിയുടെ ചുമതലയെങ്കിലും ആർക്കാണ്? ഇത് കേരളം അറിയേണ്ട കാര്യമല്ലേ? അത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. ആ ചോദ്യങ്ങളൊക്കെയാണ് മുരളീധരൻ ഈ ചോദിച്ചിരിക്കുന്നത്. ഇതിനൊന്നും മുഖ്യമന്ത്രി മറുപടി കൊടുക്കാനൊന്നും പോകുന്നില്ല. ഹി ജസ്റ്റ് ഡോണ്ട് കെയർ ഫോർ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞില്ലേ, വിവരാവകാശ നിയമപ്രകാരം ഇദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ട്രിപ്പല്ല. ഖജനാവിൽ നിന്ന് ഇങ്ങനെ കാശ് മുടക്കി പോയത് എത്ര മുടക്കി, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ജനങ്ങൾ അറിയാൻ അവകാശമുള്ളതാണ്. ഡീറ്റെയിൽസ് പോട്ടെ, മൊത്തം ഇത്ര തുക മുടക്കി എന്നെങ്കിലും പറയണ്ടേ? അത് പറഞ്ഞിട്ടില്ല. അല്ല, ഇതിപ്പം വിദേശകാര്യ സഹമന്ത്രിയാണ് ചോദിച്ചിരിക്കുന്നത് സ്പോൺസർ ആരാണ് എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇത് ഒഫീഷ്യൽ പരിപാടിയല്ല, സ്വകാര്യ പരിപാടിയാണ്. അല്ല, വിദേശകാര്യമന്ത്രിക്ക് വേറെ എന്തെങ്കിലും വിവരം അറിയാമെങ്കിൽ അദ്ദേഹം അത് തുറന്നു പറയണം. അല്ലാതെ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മറുപടി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. അല്ല, സ്പോൺസർ എന്ന് പറയുമ്പോൾ സർക്കാർ പരിപാടിയല്ലെന്ന് വിദേശകാര്യമന്ത്രി സമ്മതിക്കലല്ലേ? അല്ല, അതൊക്കെ സാങ്കേതികമായ കാര്യമാണ്. ഇപ്പോൾ വിദേശകാര്യമന്ത്രിക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്നുള്ള മട്ടിലാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ വേണമല്ലോ വിചാരിക്കാൻ. അതിൽ കൂടുതൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അറിയാമെങ്കിൽ അദ്ദേഹം പറയട്ടെ. അല്ലാതെ ഈ മുഖ്യമന്ത്രി ഒരു രീതിയിൽ നാട്ടുകാരെ പൊട്ടന്മാരാക്കുന്നു, വിദേശകാര്യമന്ത്രി തനിക്കറിയാവുന്ന കാര്യം ഒളിച്ചു വെച്ചിട്ട് അറിഞ്ഞുകൂടാന്നുള്ള മട്ടിൽ ചോദിക്കുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. വിദേശകാര്യമന്ത്രിക്ക് അറിയാമെങ്കിൽ അത് പുറത്തു വിടട്ടെ. മുഖ്യമന്ത്രിയുടെ യാത്രയുടെ എല്ലാ വിശദാംശങ്ങളും വിദേശകാര്യ വകുപ്പിന് അറിയാമോ? വിദേശകാര്യ വകുപ്പിനെ അറിയാമോ എന്ന് എനിക്കറിയില്ല. ഇൻ്റലിജൻസിന് അറിയാം. ഇൻ്റലിജൻസ് ഈ വിവരമെല്ലാം കളക്ട് ചെയ്യും. അല്ല, ഇത് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി മുങ്ങുന്നില്ലേ ഇടയ്ക്കിടയ്ക്ക്? എന്താ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊന്നും IBക്ക് ഇതൊന്നും അറിയില്ല എന്ന് ഏത് സ്ഥലത്ത് പോകുന്നു എന്നൊക്കെ കൃത്യമായിട്ടറിയാം. പ്രൈവറ്റ് യാത്ര ആയതുകൊണ്ട് അവരത് പുറത്തു വിടുന്നില്ലെന്നേ ഉള്ളൂ. അല്ല, വിദേശകാര്യ വകുപ്പിൻ്റെ അനുമതിയും ഒക്കെ വേണ്ട, പ്രോട്ടോകോൾ പ്രകാരം തേടിയിട്ടല്ലേ മുഖ്യമന്ത്രി പോകുന്നത്? അതെ അതെ. അപ്പോൾ മുരളീധരനും അറിയാം. അല്ല, എവിടെ പോകുന്നു എന്നൊക്കെ അറിയാം. അതിൻ്റെ സ്പോൺസർ ആരാണെന്നൊന്നും അറിയാൻ പറ്റില്ല. സർക്കാർ ഫണ്ടാണോ ഇല്ലയോ എന്ന് അറിയാമല്ലോ. സർക്കാർ ഫണ്ടാണോ അല്ലെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ സ്പോൺസർ ആരാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സർക്കാർ ഫണ്ടല്ല എന്ന് സാരം. കൺഫേംഡ്. ഇതൊക്കെ നമ്മുടെ ഡിഡക്ഷനാണ്. ഇവരാരും ഒരു സാധനവും തുറന്നു പറയില്ലല്ലോ. നമ്മളിങ്ങനെ അസ്യൂം ചെയ്തെടുക്കണം. പിണറായി വിജയൻ വാ തുറക്കുകയില്ല, മുരളീധരൻ പകുതി തുറക്കും. നമ്മൾ വാ പൊളിക്കും. അല്ലെങ്കിൽ നമ്മൾ ഊഹിച്ചെടുക്കണം. ഇതൊക്കെ ഈ വെറുതെ വേണ്ട. ഇത് മുരളീധരനെ സംബന്ധിച്ചോളം ഇത് പുതിയ കാര്യമൊന്നുമല്ല. എത്രയോ നാളായി മുഖ്യമന്ത്രി പോകുന്നു വരുന്നു ഒക്കെ. ഇതിൻ്റെയൊക്കെ കണക്ക് വിദേശകാര്യമന്ത്രിക്ക് ശേഖരിക്കാൻ പറ്റില്ല. പറ്റും, പക്ഷേ ശേഖരിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ KP ചിത്രഭാനു എന്ന പഴയ പത്രപ്രവർത്തകൻ വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു, നിങ്ങൾ വിദേശ നാണ്യം എത്ര കൊടുത്തു? അവർ പറഞ്ഞു, ഞങ്ങൾ മൊത്തം കൊടുത്ത വിദേശ നാണ്യത്തിൻ്റെ കണക്കേ അറിയാവുള്ളൂ. അത് പിണറായി വിജയൻ എത്ര എടുത്തു, മുഹമ്മദ് റിയാസ് എത്ര എടുത്തു എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ കൈ കഴുകി. ഈ വിവരം കൊടുക്കാൻ കേരള സർക്കാരും തയ്യാറില്ല, കേന്ദ്ര സർക്കാരും തയ്യാറില്ല. നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ പിണറായി വിജയൻ മിണ്ടാതിരിക്കുക. അദ്ദേഹം ഒരു അക്ഷരം ഇത്തരം ചോദ്യങ്ങൾക്ക് അങ്ങേരെ മറുപടി പറയാറില്ല. ഇദ്ദേഹം ഈ ചോദ്യം ഉന്നയിക്കും, സ്ഥലം വിടും, കഴിഞ്ഞു. അതോടെ കഥ കഴിഞ്ഞു. അല്ല, എനിക്ക് തോന്നുന്നത് സാധാരണ മുഖ്യമന്ത്രി പോകുമ്പോൾ ഗവർണറെ അറിയിച്ചിട്ട് വേണ്ടേ പോകാൻ. ഗവർണർ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് വാർത്തകളിൽ വരുന്നത്. അല്ല, ഗവർണറെ അറിയിക്കുക എന്നൊക്കെ പറയുന്നൊരു മര്യാദ മാത്രമല്ല. ഗവർണറെ അറിയിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് നിയമവും സംഗതിയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗവർണറെ അറിയിക്കും, ഞാൻ മുഖ്യമന്ത്രി സ്ഥലത്തില്ലാന്ന് ഗവർണർ അറിയണമല്ലോ. അപ്പോൾ അത്തരം മര്യാദയ്ക്കൊന്നും നിൽക്കാത്ത ആളാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ, മമതാ ബാനർജി, സ്റ്റാലിൻ ഇവരൊന്നും ഗവർണറെ മൈൻഡ് ചെയ്യാറില്ല. ഒരുപക്ഷെ ഗവർണർ അവരെയും മൈൻഡ് ചെയ്യാറില്ലായിരിക്കാം. അത് വളരെ വഷളായ റിലേഷൻസ് ആണല്ലേ ഇവരുടെ. അതുകൊണ്ട് അയാളെ അറിയിച്ചില്ല. അത് തന്നെ പ്രോട്ടോകോൾ ലംഘനമല്ലേ? പ്രോട്ടോകോൾ ലംഘനത്തിന് ശിക്ഷയൊന്നുമില്ല. അപ്പോൾ പ്രോട്ടോകോൾ ലംഘിച്ചു എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രധാനമന്ത്രി നടത്തുന്ന റോഡ് ഷോ ഉണ്ടല്ല, അത് സ്ട്രിക്ട്ലി സ്പീക്കിംഗ് പ്രോട്ടോകോൾ ലംഘനമാണ്. ഇന്ന് രാവിലെ വോട്ട് ചെയ്യാൻ വന്നത് തന്നെ ഒരു റോഡ് ഷോ ആയിരുന്നു. അത് സ്ട്രിക്ട്ലി സ്പീക്കിംഗ് അതൊരു പ്രോട്ടോകോൾ ലംഘനമാണ്.
NSG ആക്ടിൽ പ്രധാനമന്ത്രി ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പാടില്ല. പക്ഷേ അത് ഒരു എക്സെപ്ഷൻ എന്നുള്ള നിലയ്ക്ക് പ്രധാനമന്ത്രിയും സ്ഥാനാർത്ഥിയായ അമിത്ഷായും ഒപ്പം ഉണ്ടായിരുന്നു. അത് ഈ അങ്ങനെ അത് ഈ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രമം ആണ്, ഒരു ചടങ്ങ് നടത്തേണ്ട ക്രമം. അതിൽ അധ്യക്ഷൻ ആരായിരിക്കും, പ്രസിഡൻറ്റ് പങ്കെടുക്കുകയാണെങ്കിൽ ഏത് സ്ലോട്ടിലാണ് പ്രസിഡൻറ്റ് സംസാരിക്കേണ്ടത്, പ്രസിഡൻറ്റിന് മുമ്പ് ആർക്കെങ്കിലും സംസാരിക്കാമോ, ശേഷം സാധിക്കും, ഇതൊക്കെയാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അത് തെറ്റിച്ചു എന്ന് പറയുന്നത് വലിയ അപരാധമൊന്നുമല്ല. എങ്ങനെ ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഒരു ഐഡിയ വേണ്ടേ. ഇപ്പം ഞാൻ സുഖദേവ് സിംഗ് കാങ് കേരള ഗവർണറായിരുന്നു, അപ്പോൾ അദ്ദേഹത്തെ ഒരു ചടങ്ങിന് ക്ഷണിച്ചിരുന്നു. ഗവർണറുടെ ഓഫീസിൽ നിന്ന് അവർ പ്രോട്ടോക്കോൾ എഴുതി അയച്ചു തന്നു. ഗവർണർ വരുമ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കണം, ആ ചടങ്ങിൻ്റെ തുടക്കത്തിൽ ജനഗണമന ചൊല്ലണം, അവസാനവും ജനഗണമന ചൊല്ലണം. ഗവർണറുടെ പ്രസംഗമായിരിക്കണം ആദ്യം, സ്വാഗതം 3 മിനിറ്റിൽ കൂടാൻ പാടില്ല. അത് കഴിഞ്ഞാൽ ഗവർണർ പ്രസംഗിക്കും. ഗവർണറുടെ പ്രസംഗം 25 മിനിറ്റാണ്. ഗവർണർക്ക് ശേഷം 2 പേരെ പ്രസംഗിക്കാവുള്ളൂ. 2 പേരും 20 മിനിറ്റിൽ താഴെ ആയിരിക്കണം അവരുടെ പ്രസംഗം. എന്നിട്ട് ഫുട് നോട്ടിൽ എഴുതി നോ വൺ ഷുഡ് സ്പീക്ക് മോർ ദാൻ 25 മിനിറ്റ്സ് എന്ന് വെച്ചാൽ ഗവർണറുടെ പ്രസംഗത്തിനേക്കാൾ വലിയ പ്രസംഗം വേണ്ടാന്ന് ചുരുക്കം. ഇതായിരുന്നു ആ പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് ഞങ്ങൾ പരിപാടി നടത്തിയത്. കൃത്യം ആ പ്രോട്ടോക്കോൾ പാലിച്ചു. അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. ഇതാണ് പ്രോട്ടോക്കോൾ. ഇതിലിപ്പോൾ ഒരാൾ സുഖദേവ് സിംഗ് കാങ് ഇരിക്കുമ്പോൾ ഒരാൾ 25-ന് പകരം 27 മിനിറ്റ് സംസാരിച്ചു എന്ന് വെച്ചോ, അയാളെ തൂക്കിക്കൊല്ലാൻ വകുപ്പൊന്നുമില്ല. ഇതിൻ്റെ ഗവർണറുടെ പരിപാടിയുടെ ചിട്ട ഇതാണ്. ചിട്ട ആരെങ്കിലും തെറ്റിച്ചാൽ തെറ്റിച്ചു. പക്ഷേ മാന്യന്മാരും മര്യാദക്കാരുമായ സ്ഥിതിക്ക് ആരും ചിട്ട തെറ്റിക്കില്ല. ഒരു മര്യാദ മാത്രം. അതെ, അതാണ് പ്രോട്ടോക്കോൾ. അല്ലാതെ ആകാശിടിഞ്ഞ് വീഴുന്നൊരു സാധനമൊന്നും അല്ല പ്രോട്ടോക്കോൾ. ഈ നമ്മുടെ മന്ത്രിമാരൊക്കെ ശരിക്കും ജനങ്ങളോട് അക്കൗണ്ടബിൾ അല്ലേ? മുഖ്യമന്ത്രി എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ഇത്ര ദിവസത്തേക്കില്ല, ഇന്ന സ്ഥലത്തേക്ക് പോകും, ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കെ ഇറക്കിയിട്ട് പോയാൽ എന്താ? പോയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിണറായി വിജയൻ അത് ചെയ്യാറില്ല. എഗെയിൻ അതും ഒരു പ്രോട്ടോക്കോളാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ്. അതുകൂടാതെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം സ്ഥലത്തില്ലാതാകുമ്പോൾ അദ്ദേഹം അറിയിക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹം പറയും, നിങ്ങൾ അറിഞ്ഞില്ലേ, ഇപ്പോൾ പത്രത്തിലൂടെയൊക്കെ കാര്യം അറിഞ്ഞില്ലേ, ഇനി എന്താ വേണ്ടേ? ഞാനായിട്ട് പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് നിങ്ങൾ അറിയണം നിർബന്ധം എന്താ? സംഭവം മനസ്സിലായില്ല എല്ലാവർക്കും, ഞാൻ സ്ഥലത്തില്ല എന്ന്. പിന്നെന്താ? അല്ല, ഇന്തോനേഷ്യ, സിംഗപ്പൂർ എന്നൊക്കെ പറയുന്നത് സാധാരണ വിനോദയാത്ര പോകുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ പ്യൂർലി ഒരു ഫാമിലി ടൂർ എന്ന് കണക്കാക്കിയ പോരെ നമ്മളിത്? അങ്ങനെ കണക്കാക്കേണ്ടവർക്ക് അങ്ങനെ കണക്കാക്കാം. ഞാനങ്ങനെ കണക്കാക്കുന്നില്ലെന്നേ ഉള്ളൂ. അതെന്താ? കാരണം എനിക്ക് ഈ ഒരു വിനോദയാത്രയുടെ ഒരു സ്ലോട്ട് ഇപ്പം മനസ്സിലാകുന്നില്ല. നല്ല ചൂടല്ലേ ഇവിടെ? എന്തുമായിക്കോട്ടെ, ജനങ്ങൾ ഇവിടെ വല്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് മുഖ്യമന്ത്രി വിനോദയാത്ര നടത്തുന്നത് ഒരു മൃഗയാ വിനോദമാണ്. ചൂടുണ്ടെന്നല്ലാതെ എന്ത് കഷ്ടപ്പാടാ? ആസ് എ ചീഫ് മിനിസ്റ്റർ യു ഷുഡ് സ്റ്റാൻഡ് വിത്ത് യുവർ പീപ്പിൾ 24 hours. യു ഹാവ് ടു ബി ഹിയർ. എൻ്റെ കയ്യിൽ കാശുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് സുഖിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ടെക്നിക്കലി അതിനകത്ത് കുഴപ്പമില്ല. ബട്ട് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ മൊറാലിറ്റിക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് ഇത്. മുഖ്യമന്ത്രി ചെയ്തുകൂടാത്തതാണ്. മനുഷ്യപ്പറ്റുള്ളവർ ചെയ്യുന്നതല്ല. ഇന്ത്യയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഈ സമയത്ത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി എവിടെയൊക്കെ പോകുന്നു? ഇന്ത്യയുടെ പ്രധാനമന്ത്രി സുഖവാസത്തിന് എങ്ങും പോയിട്ടില്ല. ലോകം മുഴുവൻ കറങ്ങിയത് സുഖവാസത്തിനല്ല. ആ വിസിറ്റിനെല്ലാം ഒരു ഒഫീഷ്യൽ പർപ്പസ് ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു, ചിലതൊക്കെ സാധിക്കാതെ പോയെന്നും വരാം. ബട്ട് ഇറ്റ് വാസ് ഒഫീഷ്യൽ വിസിറ്റ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇന്ന് വരെ ഒരു മൂക്കിപ്പനി വന്നിട്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കയറ്റിയിട്ടില്ല. ദൈവം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം രക്ഷിക്കട്ടെ. അദ്ദേഹം ഈ പറഞ്ഞ ഒരു പൈസ ധൂർത്തടിച്ചിട്ടില്ല. പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ, കൊച്ചുമക്കൾ, മകളുടെ ഭർത്താവ് ഒക്കെ ആയിട്ട് ഇന്തോനേഷ്യ, മലേഷ്യ, തേങ്ങാക്കൊല, മാങ്ങാത്തൊലി ഈ രാജ്യങ്ങളിലൊക്കെ പോകേണ്ട കാര്യം എന്താ ഇപ്പോൾ? അല്ല, മുഖ്യമന്ത്രിയായി എന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പൗരന്മാരും അവർക്ക് പറ്റുന്നിടത്തൊക്കെ പോകുന്നുണ്ട്. ഭയങ്കര തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനും. നിങ്ങൾ ഒരു പബ്ലിക് വർക്കറാകുമ്പോൾ, മുഖ്യമന്ത്രി ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സുഖസൗകര്യങ്ങൾ നിഷേധിക്കപ്പെടണം. അതാണ് ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത്. അതാണ് ജനങ്ങളുടെ ക്ഷേമം,
അതാണല്ലോ ഭരണകൂടത്തിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം. ആ ജനക്ഷേമം നോക്കാനായിട്ട് 24 മണിക്കൂർ വിശ്രമമില്ലാതെ പണിയെടുക്കുന്നവനാണ് മുഖ്യമന്ത്രി, ഐഡിയൽ മുഖ്യമന്ത്രി. അതല്ല, കിട്ടിയ അധികാരം വെച്ചിട്ട് കുറച്ച് കാശുണ്ടാക്കിയിട്ട് എനിക്ക് തോന്നുമ്പോൾ വിദേശത്ത് പോകുന്നു. ഞാൻ യോജിക്കുന്നില്ല ടിജി പറയുന്നുണ്ട്. കാരണം 24 മണിക്കൂറും ജോലി ചെയ്യും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി. അങ്ങനെ ആളുകൾ ടയർഡായി പോകും. ഒന്ന് പോയി കറങ്ങി തിരിച്ച് ഒന്ന് പ്രശ്നമായി വരുമ്പോൾ കൂടുതൽ ശക്തമായി ജനങ്ങളെ സേവിച്ചുകൂടെ? യു വിൽ നോട്ട് ബി ടയർഡ്. അതൊക്കെ വെറുതെ തോന്നുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം ടയർഡാകേണ്ടത് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ആകുന്നില്ല. എന്തിന് ഈ നമ്മളുടെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ടയർഡാകുന്നില്ല? ഇവർക്കാർക്കും ഇല്ലാത്ത ക്ഷീണവും പ്രശ്നവുമൊക്കെ പിണറായി വിജയനുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ റിജുവനേറ്റ് ചെയ്ത് തിരിച്ചു വരും. ഇനിയിപ്പോൾ എന്ത് റിജുവനേഷൻ? 70-76 വയസ്സായില്ലേ? ഈ സമയത്തല്ലേ അതുകൂടാതെ ഇദ്ദേഹം കൂടെ അമേരിക്കയിൽ ചികിത്സയ്ക്കായിട്ടും പോകുന്നുണ്ട്. ഇത്രയധികം ചികിത്സയ്ക്ക് പോകും. കേരളം സംസ്ഥാനം നമ്പർ 1 ആണ് ആരോഗ്യ രംഗത്ത്. പക്ഷേ ചികിത്സിക്കാൻ അമേരിക്കയ്ക്ക് പോകണം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്. ഇതൊരു വിരോധാഭാസമല്ലേ സത്യത്തിൽ? വൈരുദ്ധ്യമാണ്. ഇന്ത്യയിലെ മറ്റാശുപത്രികളിൽ പോകാൻ കൊള്ളില്ല, അതുകൊണ്ടാണ് അമേരിക്കയിൽ പോകുന്നത്. എന്തുകൊണ്ടാണ് പോകാൻ കൊള്ളില്ല? ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ചികിത്സിക്കുന്നുണ്ടല്ലോ. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിൻ്റെ 2 മുട്ടും മാറ്റിവെച്ചു. മുംബൈയിലെ ആശുപത്രിയിലാണ്, ബ്രീച്ച് കാൻഡി ആയിരുന്നു തോന്നുന്നു, അവിടെയാണ്. അങ്ങനെ വിദേശത്തൊന്നും പോയില്ല. പ്രധാനമന്ത്രിക്ക് അന്നും വിദേശത്ത് പോകാൻ വേണമെങ്കിൽ അങ്ങനെ പോയില്ല. മാത്രമല്ല, അങ്ങേര് എന്തിന് ആശുപത്രിയിൽ കയറുന്നു? എന്താ അങ്ങേരുടെ അസുഖം? എപ്പോഴാണ് ഈ ഓപ്പറേഷൻ? എപ്പോൾ അത് തീരും? എപ്പോൾ അങ്ങേര് പുറത്തിറങ്ങും? അവർലി മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങും, പ്രധാനമന്ത്രിയുടെ ആരോഗ്യാവസ്ഥ ഇന്നതാണ്. ഇതെന്തെങ്കിലും പിണറായി വിജയൻ ചെയ്തു? ഒരാളുടെ രോഗം ഒരാളുടെ സ്വകാര്യത കൂടിയല്ലേ? സ്വകാര്യത കൂടിയാണെന്നൊക്കെ വാദിക്കാം, പക്ഷേ അത് അധാർമികമാണ്. എവരിവെയർ ഇഫ് യു അപ്ലൈ ലീഗൽ ഡോക്ട്രിൻ, ദിസ് ഈസ് ദ പ്രോബ്ലം, ദെൻ യു ആർ നോട്ട് എ പബ്ലിക് വർക്കർ. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയില്ലേ, അന്ന് ഉമ്മൻചാണ്ടിയെ ധാരാളം പേര് കളിയാക്കി വില്ലേജ് ഓഫീസറുടെ ജോലി മുഖ്യമന്ത്രി ചെയ്യുന്നു എന്ന് പറഞ്ഞു. സത്യമാണ്, ശരിയല്ലേ? അതെ, ശരി. വില്ലേജ് ഓഫീസറുടെ ജോലി വെച്ച് ഓർഡർ കിട്ടും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള റീഇംബേഴ്സ്മെൻറ്റ് പോകുന്നത് ഈ ദുരിതാശ്വാസം വേണ്ട ആൾ വില്ലേജ് ഓഫീസർക്ക് ഒരു അപേക്ഷ കൊടുക്കണം. വില്ലേജ് ഓഫീസർ അത് തഹസിൽദാർക്ക് അയക്കും, തഹസിൽദാർ കളക്ടർക്ക് അയക്കും, കളക്ടർ ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരു തുക ഈ കക്ഷിക്ക് കൊടുക്കും. ഇതാണ് അതിൻ്റെ ചട്ടം. ഈ ചട്ടം മുഴുവൻ ലംഘിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി നേരിട്ട് വന്നിട്ട് ഇതങ്ങോട്ട് സാങ്ഷൻ ചെയ്ത്, മുഖ്യമന്ത്രിക്ക് അതിനുള്ള പവറുണ്ട്. കേരളത്തിലെ ഏത് ഫയലും വിളിച്ചു വരുത്തിയിട്ട്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏത് ഫയലും വിളിച്ചു വരുത്തിയിട്ട് ആ ഫയലിലൊരു ഡിസിഷൻ എടുക്കാൻ മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചിട്ടാണ് മുഖ്യമന്ത്രി ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജനക്ഷേമമാണ് മുമ്പിലെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ അധികാരം ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്യാം, അതല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. പിണറായി വിജയൻ പറയും ഞാൻ ചട്ടമനുസരിച്ച് ഞാൻ പോവുള്ളൂ. ചെയ്തല്ലോ, നവകേരള യാത്രയൊക്കെ അപേക്ഷയില്ലേ വാങ്ങിയുള്ളൂ, അപേക്ഷ പോലും കൈകൊണ്ട് തൊട്ടില്ലല്ലോ, പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്ത് അങ്ങനെ അങ്ങ് വരും. ശരി, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ടെക്നിക്കലി യു ആർ റൈറ്റ്, ലീഗലി യു ആർ റൈറ്റ്, ബട്ട് മോറലി ഹു വാസ് റൈറ്റ്? ഉമ്മൻചാണ്ടി വാസ് റൈറ്റ്. അല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ഈ റിലീഫ് കിട്ടിയോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭരണാധികാരി പെരുമാറണമെന്ന് ശാഠ്യം പിടിക്കാമോ? ശാഠ്യം പിടിക്കാനൊന്നും പറ്റില്ല. ആ ഭരണാധികാരിയെ ജനം സമയത്ത് എടുത്ത് തൊട്ടിക്കളയും. അല്ല, കേരളത്തിൽ ഇപ്പോൾ പൊതുവെ ഒരു മനോരോഗം പോലെ എന്തിനും ഏതിനും പിണറായി കുറ്റം പറയുക, അതൊരു ഫാഷനായി വരുന്നുണ്ട്. അത് അങ്ങനെ കയ്യിലിരിപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ്. എന്താ കുഴപ്പം? എന്തിനും ഏതിനും വഴക്കുണ്ടാക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ ചോദിക്കട്ടെ, എത്ര തവണ അങ്ങേര് പൊട്ടിത്തെറിക്കുന്നു പത്രസമ്മേളനത്തിൽ, പ്രസംഗത്തിൽ, അവിടെ ഇവിടെയൊക്കെ. ഈ ശൈലജ അവരെ ശകാരിച്ചില്ലേ? തോമസ് ചാഴികാടൻ അയാൾ ശകാരിച്ചില്ലേ? ആദ്യം മൈക്ക് കട, ഇപ്പം മൈക്കടക്കം ഇവനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയില്ലേ? ആ പറഞ്ഞിട്ടാവില്ല പോലീസുകാർ ചെയ്യുന്നതിന് പിണറായി ഉത്തരവാദിയാണ്. അല്ല, ആണ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. ആ ഉത്തരവാദിത്വം നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ? ഇപ്പോൾ സകല സ്ഥലത്തും പുള്ളിക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും ദേഷ്യം വരുന്നു.
ഒടുവിൽ 4, 5, 6 തവണയായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊരു മൈക്ക് കേടായപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായി ഇപ്പോൾ ദേഷ്യപ്പെട്ടാൽ ശരിയാവില്ല, അതുകൊണ്ട് പുള്ളി ചിരിച്ചു. പക്ഷേ ഈ നിരന്തരം ഇങ്ങനെ ആക്രമണത്തിന് വിധേയനാകുമ്പോൾ ഒരാൾ ഇങ്ങനെയൊക്കെ പെരുമാറിപ്പോവില്ലേ? ഈ നിരന്തരം നിങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താ? അതുകൊണ്ടാണ് നിരന്തരം നിങ്ങൾ ആക്രമിക്കപ്പെടുന്നത്. ഒരു മുഖ്യമന്ത്രി ആക്രമിക്കപ്പെടും, പ്രധാനമന്ത്രി ആക്രമിക്കുന്നില്ലേ? ഡേ ആൻഡ് നൈറ്റ്. ഇത്രയധികം ചീത്ത ഏതെങ്കിലും ഒരു രാജ്യത്തിലെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ കേൾക്കുന്നുണ്ടോ? അങ്ങേർക്കൊരു കൂസലുമില്ലല്ലോ. ഏത് ജനങ്ങൾ ചീത്ത വിളിക്കുന്നത് നിങ്ങളെ? പിണറായി ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പിണറായി മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇല്ല, പക്ഷേ അങ്ങേരുടെ ശരീരഭാഷ കൊണ്ടും മുഖഭാവം കൊണ്ടും ഒക്കെ അറിയാം. അത് അദ്ദേഹത്തിൻ്റെ ഇന്നസെൻസ് കൊണ്ടാണ്. ഇന്നസെൻസ് കൊണ്ടായിക്കോട്ടെ, അതുകൊണ്ടാണ് ഈ ശരീരഭാഷയിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒളിച്ചു വെക്കാൻ അറിയില്ല, ഉള്ളതുപോലെ കാണിക്കും. ഇത്രയധികം കാപട്യം ഒരു മനുഷ്യൻ കാണിക്കുമ്പോൾ, ഇപ്പോൾ DYFI ചെയ്യുന്ന അക്രമം, അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കാനുള്ള തൊലിക്കട്ടി ചരിത്രത്തിൽ ഇന്നുവരെ ഒരു മുഖ്യമന്ത്രിക്കും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള പ്രവർത്തനമാണ്. വെടിവെച്ചെങ്കിൽ എന്താ എന്നൊക്കെ വിമോചന സമരകാലത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് അന്ന് പോലും ആരും പറഞ്ഞിട്ടില്ല. ഇന്ന് പുള്ളി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് അത് രക്ഷാപ്രവർത്തനം, ഒരുത്തിനെ പൂച്ചട്ടി കൊണ്ട് ഇടിക്കുന്നതാണ് രക്ഷാപ്രവർത്തനം. ഇതെങ്ങനെ പറയാൻ പറ്റും? അസാമാന്യ ക്രൂരനായ ഒരു മനുഷ്യനല്ലേ ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റുള്ളൂ. ഈ മനുഷ്യൻ, ഒരാളെ ജനങ്ങൾ വിലയിരുത്തുന്നത് 3 or 4 സംഭവങ്ങൾ തുടർച്ചയായിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം കാണുമ്പോൾ അവർ 100% വിലയിരുത്തും. പിന്നീട് വരുന്ന ഇഷ്യൂസിലെല്ലാം ഈ ബയാസ് വെച്ചാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. ഇതുകൊണ്ടാണ് തൊട്ടതിനും പിടിച്ചതിനും ചീത്ത പറയുന്നു. ചീത്തയൊക്കെ പറയുന്നുണ്ട് ജനകീയ കോടതിയിൽ, പക്ഷേ പിണറായിക്കാണ് വിജയം. ആയിരിക്കാം. കാരണം തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന് പറയുന്നത് വേറൊരു സ്കില്ലാണ്. അത് പിണറായിക്കും പിണറായിയുടെ പാർട്ടിക്കും അവരുടെ കിങ്കരന്മാർക്കും ഒക്കെ പ്രത്യേക സംവിധാനവും സംഗതിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിച്ചിരിക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് തോന്നിയത് ചെയ്യാൻ പാടില്ല. ഞാൻ ജയിച്ചു, ഇനിയിപ്പോൾ ഞാൻ എന്തും ചെയ്യും എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയല്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റ ആൾക്കാരുണ്ടല്ലോ, അവരുടെയും കൂടെ ജനങ്ങളുണ്ട്, അത് മനസ്സിലാക്കണം. 1,00,000 പേര് എനിക്ക് വോട്ട് ചെയ്തു, ഞാൻ ജയിച്ചു. സുനിലിന് 75,000 പേര് വോട്ട് ചെയ്തു. സാങ്കേതികമായിട്ട് സുനിൽ തോറ്റു, പക്ഷേ 75,000 വോട്ടർമാർ സുനിലിനെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് അത് ജനാധിപത്യമാകുന്നത്. അതല്ലാതെ ഈ 75,000 പേരെയും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എനിക്ക് വോട്ട് ചെയ്തവർക്ക് വേണ്ടി ഞാൻ ഭരിക്കുന്നു എന്ന് വരുന്നത് ഒരുതരം ഏകാധിപത്യമാണ്. അല്ല, ഇപ്പോൾ പിണറായി ഈ യാത്ര പോകുന്നതിന് മുമ്പ് ഞാൻ ഇത്രാം തീയതി പോകുന്നു, എൻ്റെ കൂടെ ഇന്ന ആളുകളൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇന്ന സ്ഥലങ്ങളിൽ പോകുന്നു, അതിന് ഇത്ര രൂപ ചിലവുണ്ട്, ഇത്രാം തീയതി തിരിച്ചു വരും, ഇങ്ങനെ സവിസ്തരം പറഞ്ഞിട്ട് വേണമായിരുന്നു പോകാൻ. അങ്ങനെ പോയിരുന്നെങ്കിൽ വളരെ ഭംഗിയാകുമായിരുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ? ചിലവൊഴിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയാൽ മതി, ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ ഞാൻ ഇന്ന സ്ഥലത്തായിരിക്കും. അതിപ്പം സ്വകാര്യ ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വകാര്യ സന്ദർശനമാണ്. ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ ചാർജ് ഇന്നർക്കായിരിക്കും. അത് കൂടാതെ ഓൺലൈനിൽ എപ്പോൾ വേണമെങ്കിലും ഞാൻ അവൈലബിൾ ആയിരിക്കും. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് ക്യാൻസൽ ചെയ്ത്, ഹോളിഡേ ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരും. ഇങ്ങനെ അല്ല, അതൊക്കെ അണ്ടർസ്റ്റുഡൊക്കെ അല്ല. ഇത് ഓപ്പൺ ആൻഡ് പ്ലെയിൻ ആയിട്ട് നിങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് കിട്ടുന്നൊരു പിക്ചർ, ദിസ് മാൻ ഈസ് ജെന്യുവിൻ. അപ്പം ഞാൻ സുനിലിനെ വിളിച്ചിട്ട് അങ്ങനെയാണോ ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രിമാരൊക്കെ പോയിട്ടുള്ളത്? ഏകദേശം അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത്. സെക്രട്ടറിമാരെ അറിയിച്ചും പിടിച്ചും പത്രക്കുറിപ്പ് ഇറക്കിയൊക്കെ തന്നെയാണ് പോയിട്ടുള്ളത്. പിണറായിയോടുള്ള വലിയൊരു കലിപ്പ്, ദേഷ്യം പലരും ഇതിൽ ഉപയോഗിക്കുകയാണ്. ഇല്ല, അത് അങ്ങനെ ഒരു കലിപ്പുണ്ടാവാൻ കാര്യം എന്താണെന്ന് പിണറായി ആലോചിക്കണം. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ബ്യൂട്ടിഫുൾ ഇൻ്റർവ്യൂ ആണ് ഈ റിപ്പോർട്ടർ ചാനലിൽ നികേഷ് കുമാർ പിണറായി ഇൻ്റർവ്യൂ ചെയ്തു. നികേഷ് കുമാർ CPMകാരനാണ്. CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് തോറ്റ ആളാണ്. നിസ്സാര വോട്ടിനായിക്കോട്ടെ തോറ്റു. പക്ഷേ ഒരു ചോദ്യം, മറ്റാരും ചോദിക്കാത്തൊരു ചോദ്യം ധൈര്യമായിട്ട് നികേഷ് കുമാർ ചോദിക്കുന്നു. ഇത്രയധികം പേർ മുഖ്യമന്ത്രിയെ കുറ്റം പറയുമ്പോൾ തൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് എപ്പോഴെങ്കിലും ഒരു ആത്മപരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. പിണറായിക്ക് ദേഷ്യം വരുന്നു. നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരത്തിന് ഞാൻ പരിശോധന നടത്തുന്നത് എന്തിനാ എന്ന് ചോദിക്കുന്നു. അവിടെ നികേഷ് കുമാർ വിജയിക്കുന്നു. തൻ്റെ മുമ്പിലുള്ള ഒരു പൊളിറ്റീഷ്യനെ ദേഷ്യം പിടിപ്പിക്കാൻ ഒരു ജേർണലിസ്റ്റിന് സാധിച്ചാൽ അയാൾ വിജയിച്ചു എന്നാണ് അതിനർത്ഥം. ബ്രില്യൻ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു അത്. പക്ഷേ അതിൻ്റെ പേരിൽ
നികേഷ് കുമാറിനെ എല്ലാവരും ട്രോൾ ചെയ്തു സോഷ്യൽ മീഡിയയിലൊക്കെ. ആ ചെറ്റ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ മിണ്ടാതിരുന്നു. പിന്നെ അല്ലാതെ എന്താ ചെയ്യേണ്ടത്? എന്നെ ചെറ്റ എന്ന് വിളിച്ചെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കണം. അത് ജേർണലിസമല്ല. ബട്ട് ഒരു കാര്യം, ഈ ചെറ്റത്തരം എന്നൊക്കെ കേട്ടപ്പോൾ അതിൻ്റെ ഒരു ജാള്യമോ ചമ്മലോ ഒന്നും നികേഷ് കുമാറിൻ്റെ മുഖത്ത് വന്നില്ല. കാരണം അങ്ങേര് ചെറ്റയല്ല എന്ന് അങ്ങേർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഭാവ വ്യത്യാസം വരാതിരുന്നത്. ചെറ്റയാണെങ്കിൽ അവിടെ നാണം കിടും. അതെ. കമ്പയർ ദിസ് ഇൻ്റർവ്യൂ വിത്ത് കുറേ വർഷം മുമ്പ്, പിണറായി മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് കൈരളി ചാനലിൽ പ്രഭാവർമ്മ ഒരു ഇൻ്റർവ്യൂ ചെയ്തു. ഹെഡ് മാസ്റ്ററുടെ മുമ്പിൽ കുട്ടി നിൽക്കുന്ന പോലെയാണ് പ്രഭാവർമ്മയുടെ ഭാവം. ഭയഭക്തി ബഹുമാനത്തോടെ ഇങ്ങനെ. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, വേറെ ഒന്നും തോന്നരുത്. ഉത്തരം പറയണമെങ്കിൽ പറഞ്ഞു, ഇല്ലെങ്കിൽ ഇതെല്ലാം പ്രഭാവർമ്മയുടെ മുഖത്ത് എഴുതി വെച്ചിരുന്നു. നികേഷിൻ്റെ മുഖത്ത് അങ്ങനെയല്ല. ഒരു പ്രൊഫഷണൽ ജേർണലിസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ തന്നെ നികേഷ് ചെയ്തു. ഐ അപ്രീഷിയേറ്റ്. കാലത്ത് മലയാളത്തിൽ വന്ന ഏറ്റവും മികച്ച ഇൻ്റർവ്യൂ ആയിരുന്നു. കേരളത്തിലെ ഒരൊറ്റ ജേർണലിസ്റ്റും ചോദിക്കാൻ ധൈര്യപ്പെടാത്തൊരു ചോദ്യം CPM-കാരനായ ഒരു ജേർണലിസ്റ്റ് പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നു, നിങ്ങളെ എല്ലാവരും കുറ്റം പറയുമ്പോൾ എന്തെങ്കിലും കുഴപ്പം നിങ്ങളുടെ ഭാഗത്തുണ്ടാകുമോ എന്ന് ആത്മപരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. പിണറായി വിജയന് ദേഷ്യം വരുന്നു. അതിനർത്ഥം എന്താ? ആത്മപരിശോധന നടത്തിയാൽ എൻ്റെയാണ് കുറ്റം എന്ന് മനസ്സിലാവും. അവിടെ തന്നെ കയറി ഇവൻ പിടിച്ചിരിക്കുന്നു ചെറ്റ. ഇതാണ് ദേഷ്യം. സത്യം അതല്ലേ? ഇതാണ്. സുനിൽ എന്നെ കഴുത എന്ന് വിളിക്കുന്നു. എനിക്ക് ദേഷ്യം വരുന്നു. എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്? ഞാൻ കഴുതയാണെന്ന് എനിക്ക് ഉറപ്പില്ല. പരിശോധിച്ച് നോക്കിയാൽ ഞാൻ കഴുതയാണെന്ന് മനസ്സിലാകും. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ചിരിച്ചുകൊണ്ട് വാട്ട് സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞ് കളയും. പിണറായി വിജയന് ഇത് സ്റ്റുപ്പിഡ് എന്ന് പറയാൻ സാധിക്കും. പിണറായി വിജയന് പറയാൻ, ഞാൻ ആത്മപരിശോധനയൊക്കെ നടത്താറുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ഞാൻ പരിശോധിക്കാറുണ്ട്. കാര്യമായ പിഴവൊന്നും എനിക്ക് പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മന്ത്രിസഭയിലെ മറ്റ് സുഹൃത്തുക്കൾ അവരൊക്കെ ഉണ്ട്. അവർ പറയും, ഞാൻ തിരുത്തും. പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സഖാവ് ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ തിരുത്താറുമുണ്ട് എന്ന് പറയാൻ പിണറായി വിജയന് തോന്നാഞ്ഞതെന്താ? ആത്മപരിശോധന എന്നുള്ള വാക്ക് ഇത്രയധികം ഇറിറ്റേറ്റിംഗ് ആയിട്ട് മാറിയതെന്താ? ബിക്കോസ് ആത്മപരിശോധന എന്ന് പറയുന്ന ആ ഏരിയ തന്നെ പിണറായി വിജയന് പേടി. അതിനകത്തൊരു കുറ്റപ്പെടുത്തലിൻ്റെ ധ്വനിയുണ്ട്. കുറ്റപ്പെടുത്തലിൻ്റെ ധ്വനിയില്ല അതിൽ. കാരണം ലോകം മുഴുവനുള്ള സിയാവുദ്ദീൻ സർദാർ വലിയ പത്രപ്രവർത്തകനാണ്. അദ്ദേഹം വൈ വി ഹെയ്റ്റ് അമേരിക്ക എന്നൊരു പുസ്തകം എഴുതി. അമേരിക്കയിൽ വലുതായിട്ടത് ചർച്ച ചെയ്യപ്പെട്ടു. അമേരിക്കൻസ് എല്ലാം ചോദിച്ചു, എന്തുകൊണ്ടാണ് അമേരിക്കയെ ലോകരാജ്യങ്ങളെല്ലാം കുറ്റം പറയുന്നത്? ചെറുതും വലുതുമായ കുറഞ്ഞതൊരു 160 രാജ്യങ്ങൾ ഡെയിലി അമേരിക്കയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു കാര്യത്തിനല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ. സോ വാട്ട് ഈസ് റോങ് വിത്ത് അസ് എന്ന് സിയാവുദ്ദീൻ സർദാർ ധൈര്യമായിട്ട് ചോദിച്ചു. ആത്മവിശ്വാസമുള്ളവരുടെ ചോദ്യമാണത്. ആത്മവിശ്വാസമുള്ളവർ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും. ശരിയാണ്, ഇത്രയധികം പേരെന്നെ കുറ്റപ്പെടുത്തുന്നു. ദർ കുഡ് ബി സംതിങ് റോങ് വിത്ത് മീ. ഏതായാലും യാത്ര അതാണ് പിണറായി വിജയൻ്റെ മൈൻഡ് സെറ്റ്. അദ്ദേഹം സ്വയം വിമർശനത്തിനോ ആത്മപരിശോധനയ്ക്കോ ഒന്നും തയ്യാറല്ല. കാരണം ഒട്ടും ചെയ്തില്ല സുഹൃതം, ഒട്ടേറെ ചെയ്തു ദുഷ്കൃതം. അതാണ് പിണറായി വിജയൻ്റെ ജീവിതകഥ. ഏതായാലും ഈ യാത്ര കഴിഞ്ഞ് വരുന്ന പിണറായി ഒരുപക്ഷെ TG ഒക്കെ ആഗ്രഹിക്കുന്ന പോലെ ഒരു മാറിയ പിണറായി ആയിരിക്കും. ആവില്ല. ഇനിയിപ്പോൾ എന്ത് മാറാൻ ഈ പ്രായത്തിൽ? മാറാമല്ലോ, എപ്പോഴെങ്കിലും മാറാം. ഒന്നും സംഭവിക്കില്ല. ഇതേ പ്രായത്തിൽ ഇതേ പ്രതിസന്ധിയിലൂടെ കടന്നുപോയതാണ് കോടിയേരി ബാലകൃഷ്ണൻ. അന്ന് കോടിയേരി ബാലകൃഷ്ണനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. വയസ്സായി തിരിഞ്ഞു നോക്കുമ്പോൾ വാർദ്ധക്യത്തിൻ്റെ പടിയിറങ്ങുന്ന ബാലകൃഷ്ണൻ ഒറ്റയ്ക്കായി പോയ ചിത്രം. അപ്പോൾ മാറാൻ സാധ്യമല്ല. മാറേണ്ട പ്രായവും സംഗതിയൊക്കെ കഴിഞ്ഞു. പക്ഷേ ജൂൺ 4 തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും കൂടെ വരും. ഒരുപക്ഷെ ഒരു പുനർവിചിന്തനത്തിനുള്ള സമയമൊക്കെ ഇനിയുണ്ട്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ മാറുമെന്ന് വിചാരിക്കണ്ട. TGയുടെ നിലപാടൊന്നും മാറ്റിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അല്ല, അത് ഈ എൻ്റെ നിലപാടൊന്നുമല്ല, ജീവിത യാഥാർത്ഥ്യം അങ്ങനെയാണ്. 75-76 വയസ്സായ മനുഷ്യൻ്റെ സ്വഭാവം മാറിക്കണ്ടിട്ടുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ പിന്നെ വല്ല തനിക്ക് സുഖമില്ലാതെ വരിക, സ്ഥിരതയില്ലാതെ വരിക, ഓർമ്മക്കുറവ് വരിക, അപ്പോൾ മൊത്തം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ മാറിയെന്ന് വരും. അതല്ലെങ്കിൽ ആ സ്വഭാവം അങ്ങനെ തന്നെ തുടരും. സത്യസന്ധനായിട്ട് തന്നെ തുടരും.
കള്ളൻ കള്ളനായിട്ട് തന്നെ തുടരും. ഏതായാലും മുഖ്യമന്ത്രി തിരിച്ചു വരട്ടെ. വരട്ടെ.